മയക്കുമരുന്നിന് പകരമായി വേദന സംഹാരികളുടെ ഉപയോഗം വർദ്ധിക്കുന്നതിന് തടയിടാൻ ഒരുങ്ങുകയാണ് എക്സൈസ് പോലീസ് വകുപ്പുകൾ. മരുന്നുകളുടെ അനധികൃത വിൽപ്പന സജീവമാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അനാവശ്യമായി മരുന്നുകൾ വാങ്ങാൻ എത്തുന്നു എന്നാണ് ഫാർമസി ജീവനക്കാരടക്കം വെളിപ്പെടുത്തുന്നത്. ഡോക്ടർമാരുടെ കുറിപ്പടി പോലുമില്ലാതെ വേദന സംഹാരികളടക്കം ആവശ്യപ്പെട്ട് നിരവധി പേർ മെഡിക്കൽ സ്റ്റോറുകളിലേക്കും ഫാർമസികളിലേക്കും എത്തുന്നുണ്ട്. ഉപയോഗവും തോന്നുംപടി. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു കാരണവശാലും ആൻറ്റിബയോട്ടിക് കൊടുക്കരുത്. പക്ഷേ രോഗികൾ തന്നെ എനിക്ക് ആൻറ്റിബയോട്ടിക് വേണം എന്നുള്ള രീതിയിലോട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഒരുപക്ഷെ ഡോക്ടർ എഴുതിയിരിക്കുന്നത് വെറും 5 ദിവസത്തേക്കായിരിക്കും. പക്ഷേ അവർ തന്നെ പറയും ഇത് എനിക്കൊരു 10 ദിവസത്തേക്ക് കൂടെ വേണം. കൂടുതലും ചെറുപ്പക്കാരാണ്. സ്കൂൾ കുട്ടികൾ വരെ ഇപ്പോൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്നുകളൊന്നും ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ വേദന സംഹാരികൾ അനാവശ്യമായി ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതല്ല. ട്രമഡോൾ പാരസെറ്റമോൾ കോമ്പിനേഷൻ സാധാരണ ക്യാൻസർ രോഗികൾ വേദനയ്ക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ ആക്സിഡൻറ്റ് പറ്റിയ ഒരു രോഗിക്ക് പെട്ടെന്ന് വേദന വരികയാണെങ്കിൽ ഗുളിക കൊടുക്കാറുണ്ട്. ദുരുപയോഗം ചെയ്യുന്നത് ഇത് കഴിക്കുമ്പോൾ ഒരു ഫീലിംഗ് സ്ലീപ്പി, അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഫീലിംഗ് സ്ലീപ്പി എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകുതി ഉറങ്ങുന്ന ഒരു അവസ്ഥയിലോട്ട് പോവുകയാണ്. സ്ഥിരമായി ഉപയോഗിക്കുന്നവർ ഉച്ച കഴിയുമ്പോഴേക്കും ഒരു മാനസികമായിട്ട് ഒരു വിഭ്രാന്തി വരുന്ന രീതിയിലോട്ട് പോകാനും സാധ്യതയുണ്ട്. വേദന സംഹാരികൾ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വ്യാപകമായി മയക്കുമരുന്ന് വിൽപ്പനക്കാർ കൈവശപ്പെടുത്തുന്ന കാര്യം ആരോഗ്യവകുപ്പിനെയും ഡ്രഗ്സ് കൺട്രോളറെയും അറിയിക്കാൻ പോലീസ് എക്സൈസ് വകുപ്പുകളുടെ യോഗത്തിൽ തീരുമാനമായിരുന്നു. ഫാർമസിസ്റ്റുകളല്ലാത്തവർ മരുന്നുകൾ നൽകുന്നത് വ്യാപകമായി ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അസിസ്റ്റന്റ് ഫാർമസിസ്റ്റായിട്ടും മറ്റു വരുന്ന എല്ലാം ഫാർമസിസ്റ്റിനെ നിയമിക്കാവുള്ളൂ. ഫാർമസിസ്റ്റ് അല്ലാത്തവർ മരുന്ന് കൊടുക്കാൻ പാടില്ലെന്നാണ് നിയമം. പക്ഷേ ആ നിയമം ഇന്ന് കേരളത്തിൽ പാലിക്കപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഔഷധങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ഇതുകൂടാതെ ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന വേദന സംഹാരികൾ അബ്കാരി നിയമത്തിൽപ്പെടുന്ന ലഹരിമരുന്ന് പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന്റെ സാധ്യതയും എക്സൈസ് വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.